കേരളത്തെ അവഗണിക്കുകയും ആദിവാസി സമൂഹത്തെ അപമാനിക്കുന്നതും ഒരൊറ്റ രാഷ്ട്രീയ ജനിതകത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നവോത്ഥാനത്തിലൂടെയും സമരങ്ങളിലൂടെയും പടുത്തുയർത്തിയ കേരളം ഇവൻ്റെയൊക്കെ മുന്നിൽ ഭിക്ഷ തേടി നിന്നാൽ നൽകാമത്രേ. അതായത് ആ സഹമന്ത്രിമാർ മാഷന്മാരുടെ വിചാരം കേരളം ചോദിക്കുന്നത് ഔദാര്യമാണെന്നാണ്. ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം മോദിക്കും കൂട്ടർക്കും പുട്ടടിക്കാനുള്ളതല്ല എന്ന സാമാന്യ ബോധമെങ്കിലും ഇല്ലല്ലോ എന്നോർത്ത് ലജ്ജ. കേരളത്തിലെ BJP MP-യുടെ കേന്ദ്ര സഹമന്ത്രിയുടെ ഉന്നത കുലജാത പരാമർശവും മ്ലേച്ഛ മനസ്സിൻ്റെ പുറംതള്ളൽ തന്നെയാണ്. ഈ പറയുന്നവർക്ക് അധികാരമുണ്ടായിരുന്ന പൂർവ്വജനാധിപത്യ കാലത്തെ വിധ്വംസാത്മക ഭരണത്തിൽ പട്ടികജാതിക്കാർക്കും ആദിവാസികൾക്കും പുരോഗതി ഉണ്ടായിരുന്നോ? മുലയൂട്ടാൻ പോലും അവകാശമില്ലാതെ പാടത്ത് പണിയെടുത്ത അമ്മമാരുടെ വിയർപ്പ് വീണ മണ്ണിലെ നെല്ലും കതിരുമല്ലേ ഈ ഏമാന്മാർ മേലനങ്ങാതെ ഉണ്ടുറങ്ങി തടിച്ചത്? പട്ടികജാതി പട്ടികവർഗം എന്നത് നിങ്ങൾ തീർത്ത പീഡനങ്ങളുടെ ബാക്കിപത്രമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഈ നാടിൻ്റെ സാങ്കേതിക ഭരണക്രമം മാത്രമാണ്. അവർ ആധുനിക ജനാധിപത്യത്തിൻ്റെ ഹൃദയജാതിയും ഹൃദയവർഗവുമാണ്. ഈ നാടിൻ്റെ എല്ലാ പുരോഗതിക്കും ഇന്ന് കാണുന്ന നേട്ടങ്ങളും ഉയർന്നു നിൽക്കുന്ന എല്ലാം തന്നെ അവരുടെ മാംസത്തിലും രക്തത്തിലുമാണ്. നിങ്ങളടക്കം ആർക്കും അവരുടെ വിശുദ്ധിയില്ല. ചൂഷണത്തിൻ്റെ ദുർമേധസ്സില്ലാത്ത ഏക സമൂഹം ഈ അടിസ്ഥാന വർഗം മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ പടുത്തുയർത്തപ്പെട്ട ഈ നല്ല മനുഷ്യരെ ചൂഷണം ചെയ്ത ദുർമേധസ്പേറിയാണ്. അനുസ്മൃതിയുടെ പ്രേതം പേറുന്ന കേരള വിരുദ്ധരും ആദിവാസി വിരുദ്ധരുമായ അവർക്ക് രാഷ്ട്രീയ മറുപടി എന്ത്?